നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ 24 ഇലക്ഷനിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണ തള്ളി കോൺഗ്രസ്. SDPI പിന്തുണ സ്വീകരിക്കില്ലെന്നും വ്യക്തിപരമായി ആർക്കും വോട്ട് ചെയ്യാമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും UDF ഒരുപോലെ എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും UDFും ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ SDPI UDFിന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. SDPI പിന്തുണ സ്വീകരിക്കേണ്ടെന്ന തീരുമാനം UDF ചർച്ച ചെയ്തെടുത്തതാണെന്ന് UDF കൺവീനർ MM ഹസൻ. പൗരത്വ നിയമത്തിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം പ്രധാനമന്ത്രിക്കെതിരല്ലെന്നും MM ഹസൻ. SDPI പിന്തുണ പ്രഖ്യാപിച്ച ഏപ്രിൽ 1 എറണാകുളത്ത് പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമപ്രവർത്തകർ എന്നോട് ഇത് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞ മറുപടി ഞങ്ങൾ ആലോചിക്കും. ഞങ്ങൾ UDFിലും പാർട്ടിയിലും ആലോചിച്ച ശേഷം മാത്രമേ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ. ഇന്നലെയാണ് UDFിൻ്റെ നേതാക്കൾ ഞങ്ങൾക്കെല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചർച്ച ചെയ്യാനൊരവസരം കിട്ടിയത്. ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെടുത്ത കൂട്ടായ തീരുമാനമാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞത്. ഈ പൗരത്വ നിയമത്തെക്കുറിച്ച് കൽപ്പറ്റയിൽ വന്ന് സംസാരിച്ചിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം ഒരു വാക്ക്, ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനയെ രക്ഷിക്കാനാണ്, ഇന്ത്യയുടെ മതേതരത്വത്തെ രക്ഷിക്കാനാണ്, ജനാധിപത്യത്തെ രക്ഷിക്കാനാണ് അദ്ദേഹം വോട്ട് ചോദിച്ചത്. അല്ലാതെ അദ്ദേഹത്തിനല്ല വോട്ട് ചോദിച്ചത്. വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടമാണ് ചേരുന്നത് വയനാട്ടിൽ നിന്ന്. ദീപക്, ഈ വിഷയത്തിൽ കോൺഗ്രസിന് കൃത്യമായ ഒരു നിലപാടില്ല എന്ന രീതിയിൽ വലിയ വിമർശനങ്ങൾ വന്നിരുന്നു. എന്നാൽ തങ്ങൾക്ക് നിലപാടുണ്ട്, കൃത്യമായി ആ ഒരു അഭിപ്രായത്തിലാണ് തങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കാര്യമായി ഒന്നും പറഞ്ഞില്ല, പ്രധാനമന്ത്രിയെ വിമർശിച്ചില്ല എന്ന തരത്തിലുള്ള ഒരു പരാമർശം കൂടി ശ്രീ MM ഹസന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടല്ലോ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, SDPIയുടെ പരസ്യമായ പിന്തുണയെ പരസ്യമായി തള്ളിപ്പറയാൻ 4 ദിവസം കൊണ്ടാണെങ്കിലും തള്ളിപ്പറയാൻ UDF തയ്യാറായത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയ്ക്കൊടുവിലാണ്. കാരണം ഒന്ന്, ഈ പരസ്യ പിന്തുണ വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക്, ലീഗിലെ പ്രധാന നേതാക്കൾക്ക് കൃത്യമായ വിവരമുണ്ടായിരുന്നു ഇക്കുറി SDPI UDFിനൊപ്പം ആയിരിക്കും എന്നുള്ളത്. പക്ഷേ എന്നാൽ ഈ പ്രസ്താവന, പരസ്യമായ വാർത്താ സമ്മേളനം വന്നതിന് ശേഷം അത് വലിയ ചർച്ചയായി. പക്ഷേ ആ ചർച്ചയൊക്കെ തന്നെ തള്ളിപ്പറയേണ്ടതില്ല എന്ന നിലപാടിൽ ഒതുക്കി തീർക്കാനായിരുന്നു ആദ്യ റൗണ്ടിലെ ശ്രമം. പക്ഷേ എന്നാൽ രാഹുൽ ഗാന്ധി ഇന്നലെ വയനാട്ടിലെത്തുന്നു, ചിത്രം മാറി മറിയുന്നു. സ്വാഭാവികമായും അതിനെ ചൊല്ലി BJPയുടെ പ്രചരണം വലിയ രീതിയിൽ കടുപ്പിക്കുന്നു. പ്രത്യേകിച്ചും കൊടി മാറ്റി നിർത്തിയത് തീവ്രവാദ സംഘടനകളുടെ പിന്തുണ മറയ്ക്കാൻ വേണ്ടിയാണെന്ന് K. സുരേന്ദ്രൻ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ SDPയുമായി നേരത്തെ ഡീൽ ഉറപ്പിച്ചു എന്നുള്ള നിലയിൽ പറയുന്നു. മാത്രവുമല്ല, കോൺഗ്രസിന്റെയും ലീഗിന്റെയും പതാക പിടിക്കാൻ മടിച്ചത് എന്തിനെന്ന് പരിഹാസ രൂപത്തിൽ മുഖ്യമന്ത്രി ചോദിക്കുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസിനും UDFിനും ഈ SDPI ബാന്ധവം കേരളത്തിൽ മാത്രമല്ല വടക്കേന്ത്യൻ രാഷ്ട്രീയത്തിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖത്തിന്റെ പിന്തുണ തേടി എന്നുള്ള നിലയിലാണ് ഇന്ന് സ്മൃതി ഇറാനിയും പറഞ്ഞത്. അപ്പോൾ തള്ളിപ്പറയാതെ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അപ്പോൾ പരസ്യമായി തള്ളിപ്പറയാൻ തയ്യാറാവുന്നു. പക്ഷേ എന്നാൽ പരസ്യമായി തള്ളിപ്പറയൽ വേണം എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. ലീഗിന് പോലും രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. കാരണം SDPI കൃത്യമായ വോട്ട് പോൾ ചെയ്യിക്കുന്ന ഒരു കേഡർ ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ അതിനെ പിണക്കേണ്ടതില്ല എന്നുള്ള ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പരസ്യമായി തള്ളി പറഞ്ഞു. ഇപ്പോൾ SDPIക്കകത്ത് ഇനി എന്ത് നിലപാടെടുക്കണമെന്നുള്ള ചർച്ചകൾ നടക്കുന്നു. അഷ്റഫ് മലവിയും അതുപോലെ തന്നെ മജീദ് ഫൈസിയും എല്ലാം അത്തരം ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ അവരുടെ സംസ്ഥാന കമ്മിറ്റി ചേർന്നൊരു നിലപാട് പറഞ്ഞേക്കും. പക്ഷേ ഏതായാലും UDFിൽ ഇത് വലിയ ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, അത് BJP വലിയ രീതിയിൽ വോട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു ക്യാമ്പയിനായി ദേശീയ തലത്തിൽ മാറ്റുമെന്നതിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പൊടുന്നനെ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നുള്ളത് വ്യക്തമാണ്. ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദീപക് ധർമ്മടം.
കോൺഗ്രസിന് SDPIയും ഉൾപ്പെടെയുള്ളവരുമായി നേരത്തെ ധാരണ ഉണ്ടായിരുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. മുസ്ലിം ലീഗ് ഉൾപ്പെടെ ചേർന്നാണ് തീരുമാനമെടുത്തത്. അവസരവാദ നിലപാടാണ് UDF സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇത് ശരിയായൊരു ഡീൽ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് വേണം സാധാരണഗതിയിൽ കണക്കാക്കാൻ. SDPI പറഞ്ഞ ന്യായം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ UDFനെ ഞങ്ങളിവിടെ സഹായിക്കുന്നുവെന്നാണ്. ഒരു തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. അതിലവർ AIADMKയുടെ കൂടെയാണ് എന്നാണ് വാർത്തകൾ കണ്ടത്. KPCC പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോൾ ഒഴിഞ്ഞിട്ടില്ല, സ്ഥാനാർത്ഥിയായതുകൊണ്ട് ആക്ടിങ് വന്നതാണ്. അദ്ദേഹം അതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തതായിട്ട് കാണുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണ തള്ളാതെ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ പിന്തുണ വേണ്ടെന്ന UDF തീരുമാനിച്ചു എന്ന കാര്യം തനിക്കറിയില്ല. മതേതര സർക്കാർ അധികാരത്തിലെത്താൻ പല സംഘടനകളും പിന്തുണ പ്രഖ്യാപിക്കും. UDF തീരുമാനത്തിനൊപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് ആലോചിച്ചു പറയാമെന്നും NK പ്രേമചന്ദ്രന്റെ മറുപടി. എനിക്കറിയില്ല, UDF അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഇതൊക്കെ അതാത് സംഘടനകൾ അവർ ഓരോ കാലഘട്ടത്തിന്റെയും രാഷ്ട്രീയമനുസരിച്ച് സ്വീകരിക്കുന്ന നിലപാടുകളാണ്. എനിക്കറിയില്ല അത് UDF അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വ്യത്യസ്തമാണ്. UDF അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശവും അത് പ്രഖ്യാപിക്കാനുള്ള അവകാശവും ഏതൊരു സംഘടനയ്ക്കുമുണ്ട്. രാഹുൽ ഗാന്ധിക്ക് നിരോധിത തീവ്രവാദ സംഘടനയുടെ പിന്തുണയെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. ഇത് മറച്ചുവെക്കാനാണ് റോഡ് ഷോയിൽ കൊടിയൊഴിവാക്കിയത്. വയനാട്ടിൽ അമേഠി ആവർത്തിക്കുമെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. जैसी आतंकवादी संगठन के बैन के बावजूद PFI के पॉलिटिकल लीडरशिप से राहुल गांधी समर्थन अपने चुनाव के लिए ले रहे हैं. आज नॉमिनेशन में हम सब जानते हैं कि एक प्रत्याशी को, एक कैंडिडेट को ओथ ऑफ एलिजेंस टू द इंडियन कॉन्स्टिट्यूशन लेने की दरकार पड़ती है. तो राहुल गांधी संविधान के प्रति अपने ओथ को झुटला चुके हैं जब उन्होंने PFI की पॉलिटिकल लीडरशिप से समर्थन अपने चुनाव के लिए लिया. मुस्लिम लीग के समर्थन से अगर राहुल गांधी इतने शर्मसार हैं कि अपनी नॉमिनेशन रैली में मुस्लिम लीग का वो ध्वज छिपा रहे हैं. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. AM ആരിഫ്, രമ്യ ഹരിദാസ്, രാജീവ് ചന്ദ്രശേഖർ, KC വേണുഗോപാൽ തുടങ്ങിയവർ പത്രിക സമർപ്പിച്ചു. വയനാട്ടിൽ K സുരേന്ദ്രന്റെയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറുടെയും റോഡ് ഷോയിൽ കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും S ജയശങ്കറും പങ്കെടുത്തു. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ്. അലക്സ്, ഇന്ന് അവസാന ദിവസമായിരുന്നു നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ. നിരവധി സ്ഥാനാർത്ഥികൾ ഇന്ന് പട്ടിക സമർപ്പിച്ചു. അതിൽ ഒരു പ്രത്യേകത, കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും S ജയശങ്കറും രണ്ടിടങ്ങളിൽ റോഡ് ഷോയിൽ പങ്കെടുത്ത് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ ഭാഗമായി എന്നതാണ്. വിശദാംശങ്ങൾ. കൃഷ്ണ, തീർച്ചയായും കേരളത്തിൽ അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയം ഈ 3 മണിയോടുകൂടി അവസാനിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിച്ചതും എത്ര നാമനിർദ്ദേശ പത്രിക ലഭിച്ചു, എത്ര സ്ഥാനാർത്ഥികളാകെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഏറ്റവും അടുത്ത മണിക്കൂറുകൾ തന്നെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്താണെങ്കിലും ഇന്ന് വലിയ ആഘോഷത്തോടു കൂടിയാണ്, വലിയ പ്രകടനത്തോടു കൂടിയാണ്, രാഷ്ട്രീയ ശക്തി പ്രകടനമായാണ് മുന്നണികൾ അവരുടെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക നൽകാനായി അതാത് ബന്ധപ്പെട്ട ഭരണാധികാരികൾക്ക് മുന്നിലേക്ക് എത്തിയത്, കളക്ടറേറ്റുകളിലേക്ക് എത്തിയത്. പ്രധാനമായി 2 കേന്ദ്രമന്ത്രിമാർ NDAയുടെ 2 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവരുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ചടങ്ങിനൊപ്പം അല്ലെങ്കിൽ ആ പരിപാടിക്കൊപ്പം അനുഗമിക്കുന്നതിന് വേണ്ടിയും 2 കേന്ദ്രമന്ത്രിമാർ കൂടി സംസ്ഥാനത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൻ്റെ അവസാന ദിവസത്തെ പ്രധാനപ്പെട്ട ആകർഷണീയത. അതിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുത്തു. വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനൊപ്പം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി റോഡ് ഷോയിൽ പങ്കെടുത്തതും നമ്മൾ കണ്ടതാണ്. K സുരേന്ദ്രനും അതുപോലെ രാജീവ് ചന്ദ്രശേഖരനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് നേതാക്കൾക്കൊപ്പമെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി AM ആരിഫ്,
ഒപ്പം UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ എന്നിവർ ഇന്ന് പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇന്ന് പത്രിക സമർപ്പിച്ചു. പാലക്കാട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പത്രിക നൽകിയിട്ടുണ്ട്. വടകരയിൽ ഷാഫി പറമ്പിൽ ഇന്ന് പത്രിക നൽകിയിട്ടുണ്ട്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും ഒപ്പം എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും ഇന്ന് പത്രിക നൽകി. തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരായി യൂത്ത് കോൺഗ്രസിന്റെ വിമത വിഭാഗം നേതാവ് കൂടി ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാജിവെച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഷൈൻലാലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശശി തരൂരിനെതിരെ മത്സരിക്കുന്നത്. ഷൈൻലാലിന്റെ ആരോപണം ഇങ്ങനെയാണ്: യുവാക്കളെ പാർട്ടി പരിഗണിക്കുന്നില്ല. അത്തരം ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിൽ പോലും അതെല്ലാം പാർട്ടി നേതൃത്വം അവഗണിക്കുകയായിരുന്നു. എന്ത് സമ്മർദ്ദമുണ്ടായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് ഷൈൻലാൽ വ്യക്തമാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പത്രിക അത് പിൻവലിക്കില്ല എന്നും ഷൈൻലാൽ വ്യക്തമാക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ നിന്ന് ഇടങ്ങളിൽ നിന്ന് നേതാക്കൾ തന്നെ ബന്ധപ്പെടുന്നുണ്ട്, അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നും ഷൈൻലാൽ പറയുന്നുണ്ട്. അത്തരത്തിലൊരു ഒത്തുതീർപ്പിനും താൻ വഴങ്ങില്ല എന്നാണ് ഷൈൻലാൽ വ്യക്തമാക്കുന്നത്. യൂത്ത് കോൺഗ്രസിലെയും സമാന അഭിപ്രായമുള്ളവർ തനിക്കൊപ്പമുണ്ട് എന്നാണ് ഷൈൻലാൽ വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഏറെക്കുറെ സ്ഥാനാർത്ഥി ചിത്രം അടുത്ത മണിക്കൂറുകൾ എത്ര സ്ഥാനാർത്ഥികളാകെ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്, അതിൽ എത്ര നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്? കാരണം ഓരോ സ്ഥാനാർത്ഥികളും 2 സെറ്റോ 3 സെറ്റോ 4 സെറ്റോ ഒക്കെ നാമനിർദ്ദേശ പത്രികകൾ പൊതുവായി സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് എത്ര എണ്ണമാണ് എന്നുള്ളതിൻ്റെയൊക്കെ കണക്ക് അടുത്ത മണിക്കൂറുകൾ നമുക്ക് ലഭിക്കും. നാളെ ഈ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രികയിന്മേലുള്ള സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. ഏപ്രിൽ 8 പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി. ക്രിസ്റ്റീന. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശക്തരായ 3 സ്ഥാനാർത്ഥികൾക്ക് പുറമെ മറ്റു ചിലർ കൂടി അംഗത്തിനിറങ്ങുന്നുണ്ട്. പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയാണ് പ്രബലരായ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഇവർ മത്സരത്തിനിറങ്ങുന്നത്. SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എസ് മിനിയാണ് കൂട്ടത്തിലെ പ്രധാന സ്ഥാനാർത്ഥി. രാജ്യത്തെ പട്ടിണി, തൊഴിലില്ലായ്മ, കേന്ദ്രത്തിന്റെ കോർപ്പറേറ്റ് ബന്ധം, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവ മുൻനിർത്തിയാണ് എസ് മിനിയുടെ പ്രചാരണം. കേന്ദ്രത്തിന്റെ മുതലാളിത്ത നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാരിനെതിരായ കടുത്ത വിമർശനത്തിന്റെ കൂടി സ്ഥാനാർത്ഥിത്വമാണ് മിനിയുടേത്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് മനസ്സിലാവും, അവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നതെന്നുള്ളത് ഓരോ ദിവസവും മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുന്ന BJP ഗവൺമെൻറ്റിനെ പുറത്താക്കുക എന്നുള്ളതാണ് SUCI മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. സാങ്കേതിക വിദ്യ വളർന്നുവെന്ന് സർക്കാർ പറയുമ്പോഴും വില്ലേജ് ഓഫീസുകളിൽ പലപ്പോഴും കയറി ഇറങ്ങേണ്ടി വരുന്നുവെന്നാണ് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ JJ റസൽ പറയുന്നത്. ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കായാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം. വിജയിച്ചില്ലെങ്കിലും പ്രതിഷേധമാണ്. കഴിഞ്ഞ 8-9 മാസമായിട്ട് ഫുൾ ടൈം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത്. അപ്പോൾ നല്ലൊരു പ്രതികരണമാണ് കിട്ടുന്നത്. കാരണം ഞാൻ ആരെയൊന്നും പൈസ പിരിക്കുന്നില്ല, അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുകയാണ്. ഇപ്പം നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ രാഹുൽ ഗാന്ധി, പിന്നെ നിർമ്മല സീതാരാമൻ അവരൊക്കെ ഇടയ്ക്ക് പറയുകയുണ്ടായി അവരുടെ കയ്യിലൊന്നും ഇപ്പോൾ പണമില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ് ട്രെയിൻ ടിക്കറ്റിന് പോലും പൈസ ഇല്ലയെന്ന് പറയുന്നു. അപ്പോൾ അവരൊക്കെ നാളെ ഈ സ്ട്രാറ്റജി കോപ്പി ചെയ്യേണ്ടി വരും. വരുന്നൊരു തലമുറയ്ക്ക് ഇതാണ് എൻ്റെ ഒരു സന്ദേശം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും സ്ഥാനാർത്ഥികളെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഷാജു പാലിയോട്. പല സാധാരണക്കാരും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആർക്ക് വോട്ടിടാൻ ചോദിച്ചപ്പോൾ ഞങ്ങൾ നോട്ടേക്ക് വോട്ടിടാൻ പോകുമെന്ന് പറയുന്നു. ഈ പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ വോട്ടിടാനേ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്ന അധികാര വർഗത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. ആ ഒരു പ്രതിഷേധത്തിൻ്റെ അല സാധാരണക്കാർക്ക് ഒപ്പം ഞങ്ങളുടെ ഉള്ളത്തിനകത്തുമുണ്ട്. മുന്നണികളുടെ ശക്തമായ പ്രചാരണ പരിപാടികൾക്കൊപ്പം ഇവരും പ്രചാരണം തുടരുകയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇനിയും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കും. 24 തിരുവനന്തപുരം. പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികളിൽ കരിയോയിലടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡ്. തൃശൂരിൽ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തകരുമായി വാക്കേറ്റവുമുണ്ടായി. തൃശൂരിൽ പൊതുസ്ഥലങ്ങൾ കയ്യേറി സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡ് നീക്കം ചെയ്യുന്നതിനിടെയാണ് തർക്ം. സർക്കാർ ഓഫീസിന്റെ മതിലിൽ സ്ഥാപിച്ച UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ പോസ്റ്ററുകളിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ സംഘം കരിയോയിലടിച്ചു. പിന്നാലെ പ്രതിഷേധം. K മുരളീധരന്റെ പോസ്റ്ററിന് തൊട്ടടുത്ത് സ്ഥാപിച്ചിരുന്ന BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ബോർഡുകൾ നീക്കം ചെയ്യാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായത്. ഏകപക്ഷീയ നടപടിയാണ് സ്ക്വാഡിന്റേതെന്ന് പ്രവർത്തകർ ആരോപിച്ചു.
ഉദ്യോഗസ്ഥർ അഴിച്ചുമാറ്റിയ സുരേഷ് ഗോപിയുടെ കട്ടൌട്ട് BJP പ്രവർത്തകർ പുനഃസ്ഥാപിച്ചു. സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സ്ക്വാഡിന്റെ പ്രവർത്തനം. 24 തൃശൂർ. ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചെന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ആലപ്പുഴയിൽ തന്റെ മാത്രം പോസ്റ്ററുകളാണ് നശിപ്പിക്കപ്പെടുന്നതെന്നും ഇതിനു പിന്നിൽ SDPI പ്രവർത്തകരാണെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ചു. ഹരിപ്പാട് KSRTC സ്റ്റാൻഡിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത്. പോസ്റ്ററിൽ ശോഭാ സുരേന്ദ്രന്റെ തലയ്ക്ക് പകരം ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തല വെട്ടിയൊട്ടിച്ചു. പോസ്റ്ററുകൾ നശിപ്പിച്ചതിന് പിന്നിൽ ആരിഫ് നിയോഗിച്ച പ്രത്യേക ടീമെന്ന് ശോഭാ സുരേന്ദ്രൻ. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല. ഹരിപ്പാട് RK ജംഗ്ഷന് സമീപം പതിച്ചിരുന്ന ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററിലാണ് ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തല ഒട്ടിച്ചത്. ഹരിപ്പാട് KSRTC സ്റ്റാൻഡിന് സമീപം സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും കീറി നശിപ്പിച്ചു. ഈ സംഭവത്തിൽ ശോഭ പരാതി കൊടുത്തിരുന്നെങ്കിലും പോലീസ് കേസെടുത്തിരുന്നില്ല. പിന്നീട് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് SP അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇടതു സ്ഥാനാർത്ഥി AM ആരിഫും UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലും നിയോഗിച്ച കണ്ണൂരിൽ നിന്നുള്ള SDPI PDP പ്രവർത്തകരാണ് തന്റെ പോസ്റ്ററുകൾ നശിപ്പിച്ചതെന്ന് ശോഭ. ഇവിടെ ആരിഫിന് വേണ്ടി പ്രചരണത്തിനും ബോർഡ് കെട്ടാനും അതുപോലെ തന്നെ കാര്യങ്ങൾക്കുമൊക്കെ കണ്ണൂരിൽ നിന്നുള്ള SDPIയുടെയും PDPയുടെയും ഒക്കെ നേതാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ പല പ്രദേശങ്ങളിലും കോൺഗ്രസിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് തീവ്രവാദികളായിട്ടുള്ള ആളുകൾ KC വേണുഗോപാൽ ക്ഷണിച്ചുകൊണ്ടുവന്ന ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. രണ്ടു കൂട്ടരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെ ഫ്ലെക്സ് ബോർഡുകൾ എടുത്തുമാറ്റി തെളിവുകൾ നശിപ്പിച്ചെന്നും ശോഭാ സുരേന്ദ്രൻ. ഞങ്ങളുടെ തീരുമാനം അതായത് ജില്ലാ കളക്ടറെ വരെ അറിയിച്ചു. കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. പക്ഷേ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവ് ഇട്ട ഉടൻ തന്നെ ആ ഫ്ലെക്സ് ബോർഡുകളെല്ലാം എടുത്തുമാറ്റി. അപ്പോൾ പിന്നെ എവിടെയാ രേഖ? തനിക്ക് ജയിക്കാൻ പോസ്റ്റർ വേണ്ട, തന്റെ മുഖം മതിയെന്നും ശോഭാ സുരേന്ദ്രൻ. ഇതൊന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിർത്തി വീട്ടിൽ പോകുന്ന ആളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ 30 വർഷം അത്യധ്വാനം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ വെച്ച എൻ്റെ മുഖമുണ്ടല്ലോ, അത് എന്തായാലും ഫ്ലെക്സ് ബോർഡ് കീറിയവർക്ക് നശിപ്പിക്കാൻ സാധിക്കില്ല. ആ മുഖം മതി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ വിജയിപ്പിക്കാൻ. ആലപ്പുഴ പട്ടണക്കാട് വെട്ടക്കലിലും ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചിരുന്നു. പരാതിയിൽ പട്ടണക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 24 ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPIM പ്രകടന പത്രിക അല്പസമയത്തിനകം പുറത്തിറക്കും. പെട്രോളിയത്തിന്റെ തീരുവ കുറയ്ക്കും, വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി, ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വം, ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കും തുടങ്ങിയവയാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എപ്പോഴാണ് CPIMന്റെ മാനിഫെസ്റ്റോ പുറത്തിറക്കുന്നത്? ഈ പറയുന്ന ആരോഗ്യ സുരക്ഷയുടെ ചെലവുകളൊക്കെ കൂടുന്ന സാഹചര്യത്തിൽ സാർവത്രിക ആരോഗ്യ സുരക്ഷ അടക്കമുള്ള ചില വാഗ്ദാനങ്ങൾ ഉണ്ടാകുമെന്നാണല്ലോ സൂചനകൾ. ക്രിസ്റ്റീന, അല്പസമയത്തിനകം തന്നെ CPIMന്റെ ഈ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക ഔപചാരികമായി പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ വെച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ചേർന്ന് പുറത്തിറക്കും. പ്രധാനമായും ഈ പ്രകടന പത്രികയിൽ CPIM മുന്നോട്ട് വയ്ക്കുന്ന ആദ്യ വിഷയം എന്നുള്ളത് മതേതരത്വം ഉറപ്പാക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി നിലകൊള്ളും എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ എല്ലാ രാജ്യസ്നേഹിയുടെയും പ്രധാന ലക്ഷ്യം ഈ തിരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തുകയാണ് എന്നും അതിനാവശ്യമായ നയരൂപീകരണത്തിനൊപ്പം CPIM നിലനിൽക്കും എന്നും പ്രകടന പത്രികയിൽ ആദ്യഘട്ടത്തിൽ തന്നെ CPIM വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ സാർവത്രിക പൊതു ആരോഗ്യ പരിരക്ഷ എന്നുള്ളതാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. അത് കേരള മോഡൽ മാതൃകയാക്കിക്കൊണ്ട് ആ തരത്തിലുള്ള ഒരു പൊതു ജന ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കും ദേശീയ തലത്തിൽ എന്നുള്ളതാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തീരുവകൾ അടിയന്തരമായി എന്ന വാഗ്ദാനവും മുന്നോട്ട് വയ്ക്കുന്നു. വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അത് അടിയന്തരമായി തന്നെ വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സബ്സിഡിയോടെ ധാന്യ വിതരണം പുനഃസ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വവും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി പാർട്ടി നിലകൊള്ളുമെന്നും അതിന് ആവശ്യമായ
നിലപാടുകൾ സ്വീകരിക്കും എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ജുഡീഷ്യറി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കും എന്നും പ്രകടന പത്രികയിൽ CPM വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അല്പസമയത്തിനകം തന്നെ ഈ പ്രകടന പത്രിക ഔപചാരികമായി പുറത്തിറക്കും. സുചീന. ശരി, അല്പസമയത്തിനകം CPIM-ന്റെ പ്രകടന പത്രിക പുറത്തിറക്കും. വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി. കാസർഗോഡ് BJP-യിൽ പൊട്ടിത്തെറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ രഹസ്യയോഗം ചേർന്നു. പാർട്ടിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവരെ അപമാനിച്ച നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. 2020 കുമ്പള പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മുതലാണ് കാസർഗോഡ് BJP-യിലെ ഭിന്നത. BJP പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പങ്കാളിയായ CPM കൌൺസിലറെ BJP കൌൺസിലർമാർ പിന്തുണച്ചതാണ് തുടക്കം. BJP സംസ്ഥാന സെക്രട്ടറി K. ശ്രീകാന്ത്, മേഖലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ഷെട്ടി, ജില്ലാ ജനറൽ സെക്രട്ടറി മണികണ്ഠ റായ് എന്നിവരാണ് പിന്തുണ നൽകാൻ ആവശ്യപ്പെട്ടതെന്നാണ് ആക്ഷേപം. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായിട്ടും നേതാക്കൾക്കെതിരെ നേതൃത്വം നടപടിയെടുത്തില്ലെന്നാണ് വിമത വിഭാഗത്തിന്റെ പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനാണ് തീരുമാനം. വോട്ട് ബഹിഷ്കരിക്കാനാവശ്യപ്പെട്ട് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ BJP കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ രഹസ്യയോഗം ചേർന്നു. ഇന്നലെ രാത്രി JP നഗറിൽ ചേർന്ന യോഗത്തിൽ സ്ത്രീകളുൾപ്പെടെ 100-ലധികം പ്രവർത്തകർ പങ്കെടുത്തു. വോട്ട് ബഹിഷ്കരണം ആവശ്യപ്പെട്ട് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ വാട്സാപ്പ് കൂട്ടായ്മയും രംഗത്തുണ്ട്. 24 കാസർഗോഡ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്ന് കൊടികൾ ഒഴിവാക്കിയത് കോൺഗ്രസിനെതിരെ ആയുധമാക്കി LDF-ഉം BJP-യും. സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിച്ചു. തീവ്രവാദ പിന്തുണ മറയ്ക്കാനാണ് കൊടികൾ ഒഴിവാക്കിയതെന്നായിരുന്നു വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ വിമർശനം. കോൺഗ്രസ് എന്ത് ചെയ്യണമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്നായിരുന്നു KC വേണുഗോപാലിന്റെ മറുപടി. ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പിടിക്കാതെ പോയ കൊടിയിൽ പിടിച്ചാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിവാദം. കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് ത്രിവർണ്ണ പതാക ഉപേക്ഷിക്കണമെന്ന സംഘപരിവാറിന്റെ ആവശ്യം നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്നും മുഖ്യമന്ത്രി. സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളത്. ഇവർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത്? തീവ്രവാദ പിന്തുണ മറയ്ക്കാനാണ് കൊടികൾ ഒഴിവാക്കിയതെന്നായിരുന്നു വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ വിമർശനം. വടക്കേ ഇന്ത്യയിലെ വോട്ടർമാരോട് ഞാൻ PFIയുടെ കൂടെയാണ് മത്സരിക്കുന്നതെന്ന് അറിയിക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി തീവ്രവാദികളുടെ അടക്കം പിന്തുണയോടുകൂടിയാണ് ഇത്തവണ മത്സരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഉപദേശം വേണ്ടെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയുമായ KC വേണുഗോപാലിന്റെ മറുപടി. മുഖ്യമന്ത്രിയുടെ ഒറ്റ പരിപാടിയേ ഉള്ളൂ, രാഹുൽ ഗാന്ധിയെ വിമർശിക്കുക. മോഡിയെക്കുറിച്ച് അക്ഷരം പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടികൾ, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. മുഖ്യമന്ത്രിയുടെ അഡ്വൈസ് ഞങ്ങൾക്ക് വേണ്ട. പിന്നാലെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും കടുത്ത വിമർശനവുമായി എത്തി. കഴിഞ്ഞ തവണ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചതാണ് വിവാദമായത്. വയനാട്ടിൽ നിന്നും ദീപക് ധർമ്മടം, 24. 24 ഇലക്ഷൻ പൂർണ്ണമാവുകയാണ്. ഇനി 24 റൗണ്ടപ്പ് കാണാം. സ്മിത ഹരിദാസ്. നമസ്കാരം.